ഹായ് ഓൾ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലീഗൽ അസിസ്റ്റൻറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാം ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആണ് എക്സാം കലണ്ടറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഒരു 200 ഡേയ്സ് ഏകദേശം നമുക്ക് 200 അല്ല അതിൽ കൂടുതലുണ്ടെങ്കിലും നമുക്ക് 200 ഡേയ്സ് വെച്ചിട്ടുള്ളൊരു പ്ലാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം സെൽഫ് സ്റ്റഡി ആയിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാനാണ്. കോഴ്സൊക്കെ എടുക്കുന്നവർക്ക് വേറെ അതിൻ്റേതായ രീതിക്ക് പഠിക്കാം. അപ്പം ഞാൻ എന്തായാലും കോഴ്സിനൊന്നും ജോയിൻ ചെയ്തിട്ടില്ല, അപ്പോൾ സെൽഫ് സ്റ്റഡിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ടൈമും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഡേ ബേസിലാണ് പറയുന്നത്. ഡേ 1 to ഡേ 200 എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ടൈമൊക്കെ ഏകദേശം ഒരു 5 hours എങ്കിലും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൺസിസ്റ്റൻ്റായിട്ടൊരു 5 hours കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. അറിയാമല്ലോ, ലീഗൽ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ സിലബസ് തന്നെയാണ് വരുന്നത്. ഏകദേശം ലോയുടെ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ. 200 ഡേയ്സിൻ്റെ ആദ്യത്തെ 120 ഡേയ്സ് വരെ നമ്മൾ ലീഗൽ സബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡേയ്സ് മാത്രമേ നമ്മൾ GKക്ക് ഇംഗ്ലീഷിനും കൊടുത്തിട്ടുള്ളൂ. കാരണം അറിയാമല്ലോ, ലോയ്ക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് 12 ദിവസം ജൂറിസ്പ്രുഡൻസ്, അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് ജൂറിസ്പ്രുഡൻസ് ആദ്യമേ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും തോന്നി. കാരണം കുറച്ച് ഡ്രൈ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പം ഇന്നെൻ്റെ ഡേ 1 ആണ്. ഡേ 1 ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു 5 hours വെച്ചിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഗൈഡാണ്. ഇത് ജുഡീഷ്യലിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു ഗൈഡാണ്. അപ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കവർ ചെയ്ത് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും, കേസ് ലോസ് ഉൾപ്പെടെയാണുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു സോഴ്സ് തേടി പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ജുഡീഷ്യലിൻ്റെ തന്നെ എടുത്തത്. പിന്നെ അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും വരുന്നുണ്ട്. ഏകദേശം ഒരു 500 അതിന് മുകളിലോ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അപ്പം ഓരോ ടോപ്പിക്കും പഠിച്ചിട്ട് അത് ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ഞാൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ടൈം നൈറ്റാണ്. എനിക്ക് കൂടുതൽ നൈറ്റാണ് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നത്. 4 hours 5 hours ഒക്കെ പഠിക്കണമെങ്കിൽ നൈറ്റ് ടൈം എടുക്കണം. കുഞ്ഞുറങ്ങിയ ശേഷം ഉള്ള ടൈമാണ്. പകൽ സമയത്ത് അഥവാ കിട്ടിയാൽ തന്നെ 1 മണിക്കൂറോ ഒക്കെ തികച്ച് കിട്ടൂല. അപ്പം ആ സമയത്ത് വേറെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനും ഉണ്ട്. ഫിംഗർ പ്രിൻ്റ് സെർച്ചറിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അതും ഏകദേശം ഈ സമയത്ത് തന്നെയാണ് വരുന്നത്, ഒക്ടോബറിലാണ്. അപ്പോൾ അതിനെ പെയ്ഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഹെൽപ്പുണ്ട്. അപ്പം അത് പകൽ കിട്ടുന്ന സമയത്ത് അതിനും പഠിക്കണം. ഇത് ലീഗൽ അസിസ്റ്റൻറ്റിന് അതുകൊണ്ട് നൈറ്റ് ടൈമാണ് എടുത്തേക്കുന്നത്. അപ്പം ഇപ്പോഴേ സീരിയസ് ആയിട്ട് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് കിടന്ന് വെപ്രാളപ്പെടേണ്ട, സിലബസ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ടോപ്പിക്സ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രിയാമ്പിളും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഒരു 2 റൈറ്റ്സ്, റൈറ്റ് ടു ഇക്വാലിറ്റിയും റൈറ്റ് ടു ഫ്രീഡവും. അതിനകത്ത് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം ആർട്ടിക്കിൾ 22 വരെയാണ് ഡേ 1 കവർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ MCQയും കൂടി ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡേയിൽ ബാക്കിയുള്ള റൈറ്റ്സ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ തൊട്ട് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് വരെ, ആർട്ടിക്കിൾ 35 വരെ കംപ്ലീറ്റ് ചെയ്യണം ഡേ 2. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പം ഇന്നെന്തായാലും റൈറ്റ് ടു ഫ്രീഡം വരെ പഠിച്ച് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഡേ 2 വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.